നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ അൽക്കമാം തന്റെ ജലന്ധർ യാത്രയെക്കുറിച്ച് വിവരിച്ചു. ഞാൻ ആ കഥയിൽ മുഴുകിയിരിക്കുകയാണ്. മാം തന്നെ സമ്മതിച്ചു, രാശിയിലും നീയും എനിക്ക് വളരെ പ്രത്യേകതയുള്ളവരാണ്. ഇന്ന് രാത്രി ഞാൻ അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കും രാശിയിലിനും അവരുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേക സ്ഥാനമെന്ന് ഞാൻ മനസ്സിലാക്കി. മാം പറയുന്നു, പരോപകാരത്തിന് പിന്നിലും മനുഷ്യന് എന്തെങ്കിലും ഒരു സ്വാർത്ഥത കാണും. എന്നെങ്കിലും നിന്നെ എനിക്ക് ഇത്ര പ്രിയപ്പെട്ടവളാക്കി വെച്ചിരിക്കുന്നതിന്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. എന്നാൽ ഇന്ന് രാശിയിലിന്റെ കഥ പൂർണ്ണമാകുന്നു. നിങ്ങൾ കേൾക്കും 20 വർഷം പഴക്കമുള്ള ഒരു കഥ. പരാഗിന് 13 വയസ്സുള്ളപ്പോൾ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ആ സംഭവം. ബാല്യത്തിലെ ആദ്യ പ്രണയം. 9-10 വയസ്സുള്ള അതിസുന്ദരിയായ രാശിയിലിനെ പരാഗ് ആദ്യമായി കണ്ട് എങ്ങനെ മോഹിച്ചുവെന്ന് ഇന്നറിയാം. അമ്മായിയുടെ പ്രതിജ്ഞ. അന്ന് രാത്രി പരാഗ് അമ്മായിയോട് പറഞ്ഞു, വലുതാകുമ്പോൾ ഞാൻ ഇവളെ മാത്രമേ വിവാഹം കഴിക്കൂ. മാം വാഗ്ദാനം നൽകി, രാശിയിലും നിന്റെയും വിവാഹം നടക്കുമെന്ന് ഞാൻ ഉറപ്പാക്കും. ഇപ്പോൾ 14 വർഷത്തിനു ശേഷം പരാഗ് തന്റെ അമ്മായിയെ വിളിക്കുന്നു. അമ്മായി, എനിക്ക് രാശിയിലിനെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വാക്ക് നിറവേറ്റൂ. എന്റെ വിവാഹം രാശിയിലുമായി നടത്തിത്തരൂ. പരാഗ് ഇപ്പോഴും രാശിയിലിന്റെ ചിന്തയിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് അവളെ തിരികെ കൊണ്ടുവരാൻ മാം ആഗ്രഹിക്കുന്നത്. ഈ എപ്പിസോഡ് അൽക്കമാമിന്റെ പരോപകാരത്തിന് പിന്നിലെ വ്യക്തിപരമായ കാരണത്തെ വെളിപ്പെടുത്തുന്നു. ഒരു അമ്മായിയുടെ പ്രതിജ്ഞയും ബാല്യത്തിലെ പ്രണയവും. പ്രേം അൻമോൾ ഹോദ ഹേ വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 24. അമ്മായിയുടെ പ്രതിജ്ഞയും ബാല്യത്തിലെ പ്രണയവും. എന്റെ പ്രത്യേക സ്ഥാനം. അൽക്കമാം ജലന്ധർ യാത്രയിൽ രാശിയിലിന്റെ മാതാപിതാക്കളുമായി നടത്തിയ ചർച്ച വിവരിച്ച് മൗനമായി ഇരുന്നു. ഞാൻ മന്ത്രമുഗ്ധയായി ഇതെല്ലാം കേൾക്കുകയാണ്. ആ മൗനം എനിക്ക് വിരാട് കോഹ്ലി സെഞ്ചുറിക്ക് 4 റൺസ് അകലെ നിൽക്കുമ്പോൾ മഴ പെയ്ത് കളി തടസ്സപ്പെട്ടതുപോലെയാണ് അനുഭവപ്പെട്ടത്. വാണി, നിനക്കറിയാമോ, പരോപകാരത്തിന് പിന്നിലും മനുഷ്യന് എന്തെങ്കിലും ഒരു സ്വാർത്ഥതയുണ്ടാകും. എനിക്ക് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ലഭിക്കുന്ന ആദരവും അന്തസ്സും എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. രാശിയിലിനെയും നിന്നെയും സഹായിക്കുന്നതിന് പിന്നിൽ ഇതല്ലാതെ മറ്റ് കാരണങ്ങളുമുണ്ട്. എന്നെങ്കിലും നിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ ഇത്ര പ്രത്യേക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് മാം തന്റെ സ്വാർത്ഥതയെക്കുറിച്ച് തുറന്നു പറഞ്ഞു. 20 വർഷങ്ങൾക്ക് മുമ്പ് 13 വയസ്സുള്ള പരാഗ് തന്റെ അമ്മായിയോടൊപ്പം ഒരു വിവാഹത്തിന് പോയി. അവിടെ വെച്ച് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന 9 വയസ്സുള്ള രാശിയിലിനെ അവൻ ആദ്യമായി കണ്ടു. ആ സുന്ദരിയായ ബാലികയെ കണ്ടപ്പോൾ അവൻ വല്ലാതെ ആകൃഷ്ടനായി. പരാഗ്, നീ ഇവിടെ തനിയെ എന്തു ചെയ്യുകയാണ്? ഞാൻ നിന്നെ തിരയുകയായിരുന്നു എന്ന് മാം ചോദിച്ചു. പരാഗ് കള്ളത്തരം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ നാണം കുണുങ്ങി നിന്നു. മാം ആ ചെറിയ പെൺകുട്ടിയുടെ തലയിൽ സ്നേഹത്തോടെ തലോടി ചോദിച്ചു, മോൾ നല്ല സുന്ദരിയാണല്ലോ. മോളുടെ പേരെന്താണ്? രാശിയിൽ എന്ന് ആ പെൺകുട്ടി അമ്മയുടെ പിന്നിൽ ഒളിച്ചുനിന്ന് പറഞ്ഞു. ഇവൾ സാധാരണ ഇങ്ങനെ നാണം കുണുങ്ങുന്ന ടൈപ്പല്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മോഹിച്ചിട്ടാണ്. ഇവൾ നല്ല വാശിയുള്ളവളും വികൃതിയുമാണ് എന്ന് ഹർബിന്ദർ ചിരിച്ചുകൊണ്ട് തന്റെ മകളെക്കുറിച്ച് പറഞ്ഞു. അന്ന് രാത്രി പരാഗ് അമ്മായിയുടെ അടുത്ത് കിടന്ന് പറഞ്ഞു, അമ്മായി, എനിക്ക് രാശിയിലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. വലുതാകുമ്പോൾ ഞാൻ അവളെ മാത്രമേ വിവാഹം കഴിക്കൂ. പരാഗ്, ഞാൻ ഈ കാര്യം ഓർത്തുവെക്കും. വലുതായാലും നിനക്ക് ഇതേ ഓർമ്മയുണ്ടെങ്കിൽ രാശിയിലുമായുള്ള നിന്റെ വിവാഹം ഞാൻ ഉറപ്പായും നടത്തിത്തരും എന്ന് മാം വാഗ്ദാനം നൽകി. 14 വർഷങ്ങൾക്ക് ശേഷം പരാഗ് അൽക്കയെ വിളിച്ചു. അമ്മായി, എനിക്ക് രാശിയിലിനെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വാക്ക് പാലിച്ചു എന്റെ വിവാഹം അവളുമായി നടത്തിത്തരൂ. അൽക്കമാം അത്ഭുതപ്പെട്ടു. തുടർന്ന് അന്വേഷിച്ചപ്പോൾ രാശിയിൽ ആരെയും വിവാഹം കഴിക്കാൻ തയ്യാറല്ലെന്നറിഞ്ഞു. വർഷങ്ങൾക്കുശേഷം ബംഗാളിലെ ഒരു സ്റ്റേഷനിൽ ദയനീയ അവസ്ഥയിൽ കണ്ട രാശിയിലിനെ മാം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇപ്പോൾ പരാഗ് ചോദിക്കുന്നു, അമ്മായി, ദയവായി അവളെ സമ്മതിപ്പിക്കൂ. എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്. പ്രിയ ശ്രോതാക്കളെ, എപ്പിസോഡ് 24 ലൂടെ അത്ഭുതകരമായ ഒരു പ്രണയകഥയുടെയും വിധിയുടെയും ചുരുളുകൾ അഴിഞ്ഞിരിക്കുന്നു. അൽക്കമാം നൽകിയ വാക്ക് രാശിയിലിന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്നാൽ വാണിയോട് മാമിനുള്ള ആ പ്രത്യേക സ്നേഹത്തിന് പിന്നിലെ രഹസ്യം ഇപ്പോഴും വെളിപ്പെട്ടില്ല. ആ അന്തിമ സത്യം അറിയാനായി കാത്തിരിക്കുക. എപ്പിസോഡ് 24 സമാപ്തം. എപ്പിസോഡ് 25. നമസ്കാരം. നിങ്ങൾ ശ്രവിക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ പരാഗിന്റെ കുട്ടിക്കാലത്തെ പ്രതിജ്ഞയാണ് അൽക്കമാമിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ പ്രേരണ എന്ന് നാം അറിഞ്ഞു. ഇന്ന് മാം തന്റെ ദൗത്യത്തിന്റെ ഏറ്റവും കഠിനമായ ഘട്ടത്തിലാണ് രാശിയിലിനെ വിവാഹത്തിന് സമ്മതിപ്പിക്കുക. നിങ്ങൾ കേൾക്കും രാശിയിലിന്റെ സങ്കടം നിറഞ്ഞ സ്നേഹം. രാശിയിൽ പറയുന്നു,
ഗുരു ഗ്രന്ഥ സാഹിബിന്റെ സാന്നിധ്യത്തിൽ പോലും ആ ഗുരുദ്വാരയിൽ വെച്ചാണ് ആ ദുഷ്ടനായ ജേഡിനെ ഞാൻ കണ്ടുമുട്ടിയത്. അതുകൊണ്ട് അവൾ ഇപ്പോൾ മാമിനെ തന്റെ ഗുരുവിനേക്കാൾ ഉപരിയായി കാണുന്നു. അൽക്ക മാം വിവാഹം കഴിക്കാതെ തുടരുന്നതിന്റെ രഹസ്യം, മാം എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന് രാശിയിൽ ചോദിക്കുമ്പോൾ അവർ വെളിപ്പെടുത്തുന്നു, എന്റെ പ്രണയം ഏകപക്ഷീയമായിരുന്നു. ഞാൻ അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം അയാൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. 15 വർഷം പഴക്കമുള്ള ഏകപക്ഷീയ പ്രണയം കഴിഞ്ഞ 15 വർഷമായി രാശീലിനെ രഹസ്യമായി പ്രണയിക്കുന്ന ഒരാളെക്കുറിച്ച് മാം അവളോട് പറയുന്നു. രാശീലിന്റെ ധർമ്മസങ്കടം, അവൾ വിവാഹത്തിന് തയ്യാറാണ്, പക്ഷേ ഒരു നിബന്ധനയോടെ, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിൽ നിന്ന് എന്റെ ഭൂതകാലം ഞാൻ എങ്ങനെ മറച്ചുവെക്കും? ഇത്ര വലിയൊരു സത്യം അയാളോട് പറയാതിരിക്കുന്നത് അനീതിയാകും. ഒടുവിൽ രാശീൽ 50% സമ്മതം നൽകുന്നു. പക്ഷേ അവൾ പറയുന്നു, മാം, എന്റെ പൂർണ്ണ സമ്മതത്തിനു മുമ്പ് നിങ്ങൾ അയാൾക്ക് എന്റെ ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇത് കേട്ട് അൽക്ക മാം ഉടൻ തന്നെ പരാഗിനെ ഇന്ത്യയിലേക്ക് വരാൻ ക്ഷണിക്കുന്നു. രാശീലിന്റെ ഭൂതകാലം അറിഞ്ഞതിനു ശേഷവും പരാഗ് അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാകുമോ? സമ്മതം, സംശയം, അമ്മായിയുടെ അടുത്ത നീക്കം. പ്രേം അൻമോൾ ഹോദ ഹേ വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 25. വിവാഹത്തിന് 50% സമ്മതവും ഏകപക്ഷീയ പ്രണയത്തിന്റെ രഹസ്യവും. നിങ്ങളുടെ വിവാഹത്തിൽ ചില സങ്കീർണതകൾ ഉണ്ടായേക്കാം. അത് നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം എനിക്ക് രാശീലിനെ വിവാഹത്തിന് സമ്മതിപ്പിക്കണം. അവൾ സമ്മതിച്ചു കഴിഞ്ഞാൽ നീ ഇന്ത്യയിലേക്ക് വരണം, അൽക്ക മാം പരാഗിനോട് പറഞ്ഞു. നിങ്ങൾ എപ്പോൾ പറയുന്നു അപ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് വരാം. പരാഗ് സർവ്വസജ്ജനാണ്. രാശീൽ മാമിനോടൊപ്പം കഴിയുമ്പോഴെല്ലാം പറയുമായിരുന്നു, മാം, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. ഇനിയുണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ യോഗ്യമല്ലാത്ത ഒരു ജീവിതമായിരിക്കും ഞാൻ നയിക്കുന്നത്. മാം, എനിക്ക് ഗുരു ഗ്രന്ഥ സാഹിബിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എങ്കിലും ഇന്ന് അദ്ദേഹത്തെക്കാൾ മുമ്പ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ പോലും ആ ഗുരുദ്വാരയിൽ വെച്ചാണ് ആ ദുഷ്ടനായ ജേഡിനെ ഞാൻ കണ്ടുമുട്ടിയത്. ഞാൻ വഴിതെറ്റി പോകുമ്പോൾ എന്നെ തടയാൻ ഗുരു എനിക്ക് ഒരു സൂചന പോലും നൽകിയില്ല. രാശീൽ തന്റെ സങ്കടം പങ്കുവച്ചു. ഒരു രാത്രി മാം അവളോട് പറഞ്ഞു, രാശീൽ, ഒരു പുരുഷൻ കാരണം നീ മോശം കാലങ്ങൾ കണ്ടു എന്നത് സത്യമാണ്. പക്ഷേ എല്ലാ പുരുഷന്മാരും അയാളെപ്പോലെയാകില്ല. നീ ഇപ്പോൾ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ദൂരേക്ക് അയക്കാൻ നോക്കുന്നത്? നിങ്ങൾ തന്നെ വിവാഹം കഴിക്കാതെ കഴിയുകയല്ലേ? പിന്നെ എന്തിനാണ് എന്നോട് വിവാഹം കഴിക്കാൻ പറയുന്നത്? രാശീൽ എതിർത്ത് ചോദിച്ചു. ഞാൻ ആരെയാണോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്, അയാൾക്ക് മറ്റൊരു വിവാഹം കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാതിരുന്നത്. അൽക്ക മാം തന്റെ രഹസ്യം വെളിപ്പെടുത്തി. അതിൽ അയാളുടെ തെറ്റില്ല രാശീൽ. അത് എന്റെ ഏകപക്ഷീയമായ പ്രണയമായിരുന്നു. അത് എന്റെ ഹൃദയത്തിൽ തന്നെ ഒതുങ്ങിപ്പോയി. അയാളോട് അത് പറയാൻ ഞാൻ തീരുമാനിച്ചപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ഞാൻ അയാളുടെ വീട്ടിലെത്തിയപ്പോൾ അയാൾ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് കാണാനാണ് എനിക്ക് സാധിച്ചത്. മാം തന്റെ ഗതം വിവരിച്ചു. രാശീൽ, അത്തരം ഏകപക്ഷീയ പ്രണയങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷമായി നിന്നെ സ്നേഹിക്കുന്ന ഒരു യുവാവിനെ എനിക്കറിയാം. മാം തന്റെ ഉദ്ദേശ്യം വ്യക്തമാക്കി. 15 വർഷം മുമ്പ് ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. അന്ന് നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? ഒരു കൊച്ചുകുട്ടിയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? അയാൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? രാശീൽ അത്ഭുതത്തോടെ ചോദിച്ചു. നിങ്ങളുടെ വാക്ക് തള്ളിക്കളയാൻ എനിക്കാവില്ല മാം. എങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്ന ആളോട് എന്റെ ഭൂതകാലം ഞാൻ എങ്ങനെ മറച്ചുവെക്കും? അത് അയാളോട് ചെയ്യുന്ന അനീതിയാകില്ലേ? രാശീൽ തന്റെ ആശങ്ക പ്രകടിപ്പിച്ചു. അതുകൊണ്ട് മാം, എന്റെ സമ്മതത്തിനു മുമ്പ് നിങ്ങൾ അയാൾക്ക് എന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കണം. അത് അറിഞ്ഞതിനു ശേഷവും അയാൾ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നമുക്കിതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാം. ഇപ്പോൾ ഞാൻ ഇതിനോട് 50% സമ്മതം നൽകുന്നു, രാശീൽ പറഞ്ഞു നിർത്തി. അടുത്ത ദിവസം തന്നെ മാം പരാഗിനെ വിളിച്ചു. പരാഗ്, നീ സൗകര്യം പോലെ ഇന്ത്യയിലേക്ക് വരണം. രാശീൽ ഏകദേശം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. 1 മാസമെങ്കിലും നിൽക്കാൻ തയ്യാറായി വരണം. ജെമിനി വിശകലനവും അവതരണ നിർദ്ദേശങ്ങളും. പ്രിയ ശ്രോതാക്കളെ, എപ്പിസോഡ് 25-ൽ അൽക്ക മാം രാശീലിന്റെ മാനസിക സംഘർഷങ്ങളെ എത്ര സമർത്ഥമായാണ് കൈകാര്യം ചെയ്തതെന്ന് നാം കണ്ടു. സ്വന്തം ഏകപക്ഷീയ പ്രണയത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തിയതിലൂടെ ആ സംഭാഷണത്തിന് വലിയൊരു ആഴം നൽകാൻ അവർക്ക് കഴിഞ്ഞു. പരാഗ് എത്തുന്നതോടെ ഈ കഥ പുതിയൊരു വഴിത്തിരിവിലെത്തും. രാശീലിന്റെ ഭൂതകാലം അറിഞ്ഞതിനുശേഷം പരാഗിന്റെ പ്രതികരണം എന്തായിരിക്കും? കാത്തിരിക്കുക. എപ്പിസോഡ് 25 സമാപ്തം. എപ്പിസോഡ് 26. നമസ്കാരം. പ്രേം അൻമോൾ ഹോദ ഹേ വാണി യിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ രാശീൽ വിവാഹത്തിന് 50% സമ്മതം മൂളിയതിനെ തുടർന്ന് അൽക്ക മാം പരാഗിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഇപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ എന്റെ ഉള്ളിൽ ഒരു പുതിയ ചോദ്യം ഉദിച്ചിരിക്കുന്നു.
അൽക്കമാമിന് എന്നോട് ഇത്രയധികം പ്രത്യേക വാത്സല്യം തോന്നാൻ കാരണമെന്താണ്? ഇന്ന് രാവിലെ ഞാൻ ഉറക്കച്ചടവിലായിരിക്കുമ്പോൾ ഒരു അപരിചിത നമ്പറിൽ നിന്നുള്ള ഫോൺ കോൾ എന്നെ ഉണർത്തി. അത് രാശിയിലായിരുന്നു. ഈ എപ്പിസോഡിൽ നിങ്ങൾ കേൾക്കും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ. അൽക്കമാമിന് എന്റെ കാര്യത്തിൽ ഇത്രയേറെ താൽപര്യം തോന്നാൻ കാരണം രാശിയിൽ വിശദീകരിക്കുന്നു. മാമിന്റെ 15 വർഷം പഴക്കമുള്ള ഏകപക്ഷീയ പ്രണയത്തിന്റെ രഹസ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് എന്റെ സ്വന്തം അച്ഛനാണ്. വിധിയോ അതോ യാദൃശ്ചികമോ? ഈ ലോകം ഇത്ര ചെറുതാണോ? ഈ അത്ഭുതകരമായ യാദൃശ്ചികതയെ യുക്തിപരമായി മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നു. മാം വിവാഹം കഴിക്കാതെ ഇരുന്നത് കഷ്ടം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് താങ്ങാകാൻ വിധിക്കപ്പെട്ടതാണോ? സുവർണ അധ്യാപിക, ഗോൾഡൻ ടീച്ചർ എന്ന ലക്ഷ്യം. അൽക്കമാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ ഒരു അധ്യാപിക എന്ന നിലയിൽ വലിയൊരു ലക്ഷ്യം വയ്ക്കുന്നു. 10ാം ക്ലാസ്സിലെ എന്റെ വിദ്യാർത്ഥികൾ ഗണിതത്തിൽ 100% മാർക്ക് നേടുമെന്ന് പ്രിൻസിപ്പൽ കീർത്തി മാമിന് ഞാൻ വാക്ക് നൽകുന്നു. മാമിന്റെ പ്രോത്സാഹനം എന്റെ കുട്ടികൾക്കായി ഞാൻ കഠിനാധ്വാനം ചെയ്യുകയും സൗജന്യ ട്യൂഷനുകൾ ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അൽക്കമാം തന്നെ നേരിട്ട് സ്കൂളിലെത്തി കീർത്തി മാമിന് മുന്നിൽ വെച്ച് എന്നെ അഭിനന്ദിക്കുന്നു. എപ്പിസോഡിന്റെ അവസാനം ഞാൻ കീർത്തി മാമിനൊപ്പം പോകുമ്പോൾ അൽക്കമാം എന്നെ തടയുന്നു. മാം എന്റെ അച്ഛനെക്കുറിച്ചുള്ള രഹസ്യം എന്നോട് പങ്കുവയ്ക്കുമോ? അറിയാൻ തുടർന്നും കേൾക്കുക. പ്രേം അൻമോൾ ഹോദ ഹേ വാണി. അടുത്ത ദിവസം രാവിലെ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചെത്തി. രാശിയിൽ പരാഗ് പ്രണയകഥ അറിയാനുള്ള ആകാംക്ഷക്കൊപ്പം തന്നെ മാമിന് എന്നോട് തോന്നുന്ന ഈ പ്രത്യേക സ്നേഹത്തിന്റെ രഹസ്യമെന്താണെന്ന ചോദ്യം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. ഒരു അപരിചിത നമ്പറിൽ നിന്നുള്ള വാട്സാപ്പ് കോൾ കണ്ട് ഞാൻ മടിച്ചാണ് എടുത്തത്. പരിചിതമായ ആ ശബ്ദം എന്നെ അഭിവാദ്യം ചെയ്തു. ഗുഡ് മോർണിംഗ് വാണി. രാശീലിന്റെ ശബ്ദം കേട്ടതും എന്റെ ഉറക്കമെല്ലാം പമ്പകടന്നു. ഗുഡ് മോർണിംഗ് രാശീൽ. ഇത്ര രാവിലെ തന്നെ എന്നെ ഓർത്തല്ലോ. അവളുടെ ആ മധുരശബ്ദം കേട്ട് എന്റെ പ്രഭാതം പ്രസന്നമായി. വാണി, ഇവിടെ കാലിഫോർണിയയിൽ ഇപ്പോൾ രാത്രിയാണ്. എന്താ നീ ഉറക്കത്തിലായിരുന്നോ? രാശീൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രാശീൽ, ഈയിടെയായി അൽക്കമാമിന്റെ വീട്ടിൽ പോകുമ്പോൾ മാം നിന്റെ കഥകൾ എന്നോട് പറയാറുണ്ട്. നീയില്ലാത്തപ്പോൾ ഞങ്ങൾ നിന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. നീയും മാമും എന്നെങ്കിലും എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ മനസ്സിലെ ചോദ്യം ചോദിച്ചു. ഉണ്ട്, ചിലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ നീ ഇത് ഇപ്പോൾ ചോദിക്കാൻ കാരണമെന്താ? രാശീൽ ആകാംക്ഷയോടെ ചോദിച്ചു. മാമിന്റെ ഉള്ളിൽ എന്നോട് ഇത്രയധികം സ്നേഹം തോന്നാൻ കാരണമെന്താണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ തുറന്നു പറഞ്ഞു. ഇത് നീ മാമിൽ നിന്ന് തന്നെ കേൾക്കുന്നതാണ് നല്ലത്. എങ്കിലും ഞാനൊരു സൂചന തരാം. സത്യത്തിൽ അൽക്കമാം തന്റെ ചെറുപ്പകാലം മുതൽ ഒരാളെ മനസ്സിൽ പ്രണയിക്കുന്നുണ്ട്. ആ വ്യക്തി, അത് നിന്റെ അച്ഛനാണ്. രാശീൽ ആ രഹസ്യം വെളിപ്പെടുത്തി. ഇതുകേട്ട് ഞാൻ സ്തബ്ധയായിപ്പോയി. ഞാനിത് എന്താണ് കേൾക്കുന്നത്? എനിക്ക് എന്റെ കാതുകളെ വിശ്വസിക്കാനാവുന്നില്ല. അത്ഭുതത്തോടെ ഞാൻ പറഞ്ഞു. ഈ ലോകം ഇത്ര ചെറുതാണോ? അൽക്കമാം വിവാഹം കഴിക്കാതെ ഇരുന്നതുകൊണ്ടാണോ ഇന്ന് ഇത്രയധികം പേർക്ക് മാം തണലായി മാറുന്നത്? മാം എന്റെ വലിയൊരു മാതൃകയായി മാറി. ദൃശ്യം മാറുന്നു. ഞാൻ ഒരു അധ്യാപിക എന്ന നിലയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി കഠിനമായി പരിശ്രമിക്കാൻ തുടങ്ങി. ഈ വർഷം 10ാം ക്ലാസ്സിലെ 5 കുട്ടികളെങ്കിലും ഗണിതത്തിൽ 100% മാർക്ക് നേടുമെന്ന് പ്രിൻസിപ്പൽ കീർത്തി മാമിന് ഞാൻ ഉറപ്പു നൽകി. വാണി, നീ പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് സ്വർണ്ണ മെഡൽ നൽകുന്നതിനൊപ്പം നിനക്ക് ഞാൻ സുവർണ അധ്യാപിക എന്ന ബിരുദവും നൽകും, കീർത്തിമാം സന്തോഷത്തോടെ പറഞ്ഞു. ഒരു ദിവസം അൽക്കമാം സ്കൂളിലെത്തി. കീർത്തി മാമിന്റെ സാന്നിധ്യത്തിൽ മാം എന്നെ അഭിനന്ദിച്ചു. വാണി, കുട്ടികളുടെ ഭാവിക്കായി നീ ചെയ്യുന്ന ഈ സേവനം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. സ്കൂളിന്റെ ഭാഗത്തുനിന്ന് നിനക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും, മാം പറഞ്ഞു. സംസാരം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അൽക്കമാം എന്നെ വിളിച്ചു. വാണി, 1 മിനിറ്റ് ഇവിടെ നിൽക്കൂ. ജെമിനിയുടെ വിലയിരുത്തൽ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 26ാം എപ്പിസോഡ് കഥയിൽ ഒരു വലിയ വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അൽക്കമാമിന്റെ ഏകപക്ഷീയ പ്രണയം വാണിയുടെ അച്ഛനോടാണെന്ന സത്യം പുറത്തുവന്നിരിക്കുന്നു. എന്തിനായിരിക്കും അൽക്കമാം വാണിയെ മാത്രം അവിടെ പിടിച്ചു നിർത്തിയത്? മാം തന്റെ പഴയ കാര്യങ്ങൾ വാണിയോട് പറയുമോ? അടുത്ത എപ്പിസോഡിൽ അറിയാം. എപ്പിസോഡ് 26 സമാപ്തം.